ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വാക്കുകളിൽ ആത്മാവും ജീവനുമുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ആത്മാവും ജീവനുമുണ്ടായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളുടെ കൽപ്പനയിൽ പറയുന്നത് ഇവളെ കല്ലെറിയണമെന്നാണ്, ഗുരു എന്തു പറയുന്നു? യേശു ഒന്നും പറയാതെ തലയിൽ എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ഒരുവനുണ്ടെങ്കിൽ ആദ്യം കല്ലെറിയുവാൻ പറഞ്ഞു. അവരുടെ മനസ്സാക്ഷിയിൽ ആക്ഷേപം ഹേതുവായി ചെറിയവരും വലിയവരും ഒരുപോലെ കല്ലുകൾ തറയിലിട്ട് പൊയ്ക്കളഞ്ഞു. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ പാപബോധം ഉണ്ടായിരുന്നു, അവരുടെ മനസ്സാക്ഷിയിൽ പാപബോധമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ യേശു പറഞ്ഞപ്പോൾ എന്താ അവർക്ക് ബോധ്യമുണ്ടായത്? യേശുവിൻ്റെ വാക്കുകളിൽ ആത്മാവും ജീവനും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ തൊട്ടപ്പോൾ അവർക്ക് പാപബോധമുണ്ടായി. നാം ഇതേപോലെ ചെയ്യുന്നവർ തന്നെയാണ് എന്നൊരു പൂർണ്ണ ബോധ്യമുണ്ടായി. അവർ അത് കല്ലുകളിട്ടിട്ട് പൊയ്ക്കളഞ്ഞു. ഈ ലോകത്തിൽ ദൈവത്തെ അറിയുന്നവർ പോലും പിന്നെയും പാപം ചെയ്യുന്നവരുണ്ടല്ലോ. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നെന്ന പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ ബോധ്യം, ആ സത്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നെന്ന ശരിയായ സത്യവും ഉറപ്പും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി പാപം ചെയ്യരുത് എന്ന ബോധ്യം നമുക്കുണ്ടാകും. നമ്മെ നിത്യജീവിലേക്ക് നയിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നു.